സഹപാഠികൾ എങ്ങനെയാകണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് പുത്തനത്താണി ലേണേഴ്സ് കോളേജ് വിദ്യാർത്ഥികൾ സ്വരൂപിച്ച പണം കൊണ്ട് നിർമ്മിച്ച സ്നേഹവീട് നവംബർ 8-ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് വിദ്യാർത്ഥിക്ക് സമർപ്പിക്കും. അഭിമാനവും മാതൃകാപരവുമായ ഒരു സ്വപ്ന പദ്ധതിക്ക് സാക്ഷ്യം കുറിക്കാൻ ഒരുങ്ങുകയാണ് പുത്തനത്താണി ചേലക്കോട് ഗ്രാമം. ലേണേഴ്സ് കോളേജ് മാനേജ്മെന്റും വിദ്യാർത്ഥികളും നടത്തിയ ചർച്ചയിലാണ് സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന ആശയം ഉദിച്ചുയർന്നത്. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ആശയം മുഖവിലക്കെടുത്ത് നിർധനരായ 25 കുട്ടികളെ കണ്ടെത്തുകയും അതിൽ നിന്ന് വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപകരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സഹപാഠിക്കൊരു സ്നേഹവീടിന് അർഹയായ വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. ചേലക്കോട് സ്വദേശി ചേരങ്കോൺ അബ്ദുള്ളയുടെ മകളും ലേണേഴ്സ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയുമായ ജംഷീനയാണ് ആ ഭാഗ്യവതി. 8 മാസം മുമ്പ് നിർമ്മാണം ആരംഭിച്ച വീടിന്റെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. സ്വരൂപിച്ച 5 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വീട് ജംഷീനയ്ക്ക് കൈമാറുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനം എന്നാണ് വിദ്യാർത്ഥികൾ അതിനെ വിശേഷിപ്പിച്ചത്. വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി നിൽക്കുന്നത്. നമ്മളെ കോളേജിലെ ജംഷീന ചേലക്കോട് എന്ന കുട്ടിക്ക് ഞങ്ങളുടെ കോളേജിലെ അധ്യാപകരും യൂണിയൻ ഭാരവാഹികളും വിദ്യാർത്ഥികളും ചേർന്നിട്ട് കഴിഞ്ഞൊരു ഒക്ടോബർ മാസത്തിൽ പണി ആരംഭിച്ചിട്ട് ഈ മാസം 8-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് അവർ ഈ വീട് താക്കോൽ കൈമാറുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ഒരു നല്ലൊരു സന്തോഷമാണ് ഈ ടൈമിൽ ഈ വീട് ഇങ്ങനെ 2 അടി മാത്രം വീതിയുള്ള ഈ ഭൂമിയിലേക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ ചുമന്നുകൊണ്ടുപോകുന്നത് മുതൽ വീടിന്റെ നിർമ്മാണ അവസാനം വരെയുള്ള ഓരോ ഘട്ടവും വിദ്യാർത്ഥികളുടെ മേൽനോട്ടത്തിലാണ് നടന്നു വന്നത്. സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പദ്ധതി കോളേജ് ആരംഭിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് 13ഓളം അർഹരായ അപേക്ഷകരെ കിട്ടുകയും വളരെ പ്രയാസപ്പെട്ടാണ് കോളേജ് 13 വിദ്യാർത്ഥികളിൽ നിന്ന് ഈ ഒരു വിദ്യാർത്ഥിയെ ജംഷീന ചേരക്കോടൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത്. 13 വിദ്യാർത്ഥികളും വളരെ അർഹരായ വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും 13 പേരിൽ ഏറ്റവും അർഹതപ്പെട്ട വിദ്യാർത്ഥി എന്നുള്ള നിലക്കാണ് കോളേജിൻ്റെ ആദ്യ സംരംഭം എന്ന നിലയ്ക്ക് ഞങ്ങളത് പൂർത്തീകരിക്കാൻ ഏറെക്കുറെ ഇതിൻ്റെ പണി കഴിഞ്ഞു. 90% വർക്ക് ചെയ്തു. വിവാഹപ്രായമായ 3 പെൺകുട്ടികളടങ്ങുന്ന അബ്ദുള്ളയുടെ കുടുംബം 20 വർഷത്തിലധികമായി വാടക വീട്ടിലാണ് താമസം. മാത്രമല്ല കൂലിത്തൊഴിലാളിയായ അബ്ദുള്ള നിത്യച്ചെലവിന് പോലും ഏറെ പ്രയാസം അനുഭവിച്ചു വരുന്ന സാഹചര്യത്തിൽ മകൾ ജംഷീന ലേണേഴ്സ് കോളേജ് വിദ്യാർത്ഥിയായതിന്റെ പേരിൽ മാത്രം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ലേണേഴ്സ് കോളേജിലെ മകളുടെ സഹപാഠികളോടും അധ്യാപകരോടും ഈർന്നടിഞ്ഞ കണ്ണുകളോടെയാണ് അബ്ദുള്ള നന്ദി പറയുന്നത്. സലീം തണ്ണീർച്ചാൽ, ന്യൂസ് ബ്യൂറോ, പുത്തനത്താണി.